ോടുകൂടി ഞാനിവിടെ സൂചിപ്പിച്ചതാണ് എന്റെ തെറ്റെങ്കിൽ പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാനൊന്നും പറയുന്നില്ല. ഈ നാട്ടിൽ എന്നെ MLA ആക്കിയവരാണ് ഈ നാട്ടിലെ സഖാക്കൾ മഹാഭൂരിപക്ഷവും. പകലില്ലാതെ അധ്വാനിച്ചവരാണ്. ഞാൻ മറക്കൂല. നിങ്ങൾ കാല് വെട്ടാൻ വന്നാലും ആ കാല് നിങ്ങൾ കൊണ്ടുപോയാൽ ഞാനൊരു വീൽ ചെയറിൽ ഇങ്ങനെ വരും. മനസ്സിലായോ? അതുകൊണ്ടൊന്നും ഇവിടെ നിന്നൊന്നും പിന്തിരിയുമെന്ന് ആരും കരുതണ്ട. വെടിവെച്ച് കൊല്ലേണ്ടി വരും. വെടിവെച്ച് കൊല്ലേണ്ടി വരും. പറ്റുമെങ്കിൽ ചെയ്യ്, അല്ലെങ്കിൽ ജയിലിൽ അടക്കേണ്ടി വരും. പലതും വരുന്നുണ്ടല്ലോ. ഞാനേതായാലും അങ്ങനെ ഒരുങ്ങി നിൽക്കുക. ഇന്നിപ്പോ വാർത്ത വന്നപ്പോ ഞാൻ നമ്മളെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞു, സിഗരറ്റ് നിങ്ങൾ കൊടുത്തിട്ടോ ജയിലിലേക്ക് നട കിട്ടൂല. ഞാൻ ഇടയ്ക്ക് സിഗരറ്റ് വെക്കലുണ്ട്. അത് മാത്രം ചെയ്തു തന്നാ മതി. അപ്പൊ ഞാൻ ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും തയ്യാറെടുക്കുക. എന്റെ വായ ഞാൻ ഈ പറഞ്ഞവിടത്ത് നിൽക്കുകയാണ്. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 3-4 സ്വർണ്ണക്കള്ളക്കടത്തും, മാമി കേസും, റിദാൻ കേസും, താനൂർ കേസും, ഈ പറയുന്ന ഡാൻസ് ഓഫ് സംഘങ്ങളുമായി ബന്ധപ്പെട്ടത് ഞാൻ ഇപ്പൊ ഒതുങ്ങി നിൽക്കുക. താനൂരും ജിഫ്രി കേസ് തങ്ങളിൽ ആ ദിവസം കംപ്ലീറ്റ് CCTV ഓഫാക്കിയിരിക്കുകയാണ്. ഓഫല്ല, ഫൂട്ടേജുകൾ മുഴുവൻ എടുത്ത് പോലീസ് നശിപ്പിച്ചിരിക്കുകയാണ്. കാരണം CBI ആരെങ്കിലും വന്നാൽ ഒരു കഷ്ണം കിട്ടിയിട്ടില്ല, ഒരു കഷ്ണം. ഈ രീതിയിൽ കാര്യങ്ങൾ പോവാ. അപ്പൊ ഇവിടെയൊക്കെ ഇതിനൊക്കെ പ്രശ്നം എന്താണ്? ആർക്കും ഈ പറയുന്ന നീതി കിട്ടാത്തതിന്റെ കാരണം എന്താ? അതാണ് ഞാൻ പറയുന്നത് നെക്സസ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നവരും കരുതിക്കോളി. ഓരോ തക്ബീർ, അല്ലാഹു അക്ബർ, നല്ലോ കരുതിക്കോളി മക്കളെ. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് കരുതിക്കോളി. അപ്പോ ഇതിലൊരു വിഭാഗം ഭാരത് മാതാ കീ ജയ് അതും കൂടി കൂടും. ഇതൊക്കെ പാടെങ്ങനെ ഇങ്ങനെ മനസ്സിലായോ? വെറുതെ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ഇതിലൊരു വിഭാഗം നേതാക്കൾ എല്ലാരും പറയുന്നില്ല, ഒരു കേസും തെളിയില്ല. ഇപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഈ നിൽക്കുന്ന ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, അതൊന്നും ഇല്ലാത്തവരുണ്ട്, BJP ഉണ്ട്, RSS ഉണ്ട്, എല്ലാവരും ഉണ്ടാവും. ഇതൊക്കെ പാടെന്റെ ആൾക്കാരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നലെ DC സെക്രട്ടറി പറഞ്ഞൊരു പ്രസ്താവന, EN മോഹൻദാസ്, ഈ നാട്ടിലെ സകലമാണ്, ഞാനത് കാണിക്കാൻ TV-യിലൊക്കെ കൊടുത്തു വെച്ചിന്. ആകെ ചവിട്ടി പൊളിഞ്ഞു പോയി. ഇന്നലെ കുറച്ച് വീഡിയോസ് വിടാൻ നിവർത്തില്ല. ഇനിയുണ്ടല്ലോ, നമുക്ക് പറയാം. അപ്പൊ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ഈ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട രാജ്യദ്രോഹികൾ. അങ്ങെടുത്ത് കേൾക്കണങ്ങൾ. ഇന്നലെ അദ്ദേഹം നടത്തിയ പത്രപ്രസ്ഥാനം. ഈ കാണുന്നവരൊക്കെ കള്ളക്കടത്തുകാരാണ്, ഈ കാണുന്നവരൊക്കെ കൊള്ളക്കാരാണ്. ഒന്ന് സ്വയം പ്രസിഡന്റ് നോക്കണം. EN മോഹൻദാസിന്റെ സ്റ്റേറ്റ്മെന്റാ. എവിടത്തേക്കാ പോകുന്നത്? സുജിത്ദാസിന്റെ പേര് ഇങ്ങനെ പറയുമ്പോഴേക്കും ഇങ്ങനെ അറിയോ, തേനൊലിക്കുക. ആരെ? മോഹൻദാസിന്റെ. നിങ്ങൾ എന്താ പറഞ്ഞു? ഏതെങ്കിലും മനുഷ്യൻ ചെയ്യോ ഒരു ഫോൺ കോള്? മാന്യമായ പൊതുപ്രവർത്തനം നടത്തണം, ചെയ്യോ ഫോൺ കോൾ ചോർത്തൽ? മുഖ്യമന്ത്രിക്കും അതിലാ വിഷമം, ഈ ചങ്ങാതിക്കും അതിലാ വിഷമം. മോഹൻദാസിന് എന്ത്? അങ്കിൾ മോഹൻദാസിന്റെ അങ്കിൾ എന്റെ അടുത്തുണ്ട്. ഓന്റെ ഫോൺ, അന്നത്തെ ഫോൺ റെക്കോർഡില് ഞാൻ ഈ പാർട്ടി ജില്ലയിൽ കുട്ടിച്ചോറാണ്ടാച്ച് വിടായിരുന്ന മോഹൻദാസിനെ പറഞ്ഞ് സുജിത്ദാസ് ഇങ്ങനെ പറയുന്നത് കേട്ടാൽ ഞാനിങ്ങനെ ഒലിക്കുക. ഈ സംസ്ഥാനം, ഈ ജില്ല കുട്ടിച്ചോറാക്കിയത് ഈ കോലത്തിൽ ക്രിമിനൽ കേസുകൾ വർദ്ധിപ്പിച്ച് രാജ്യത്തിന്റെ പാർലമെന്റിൽ നിന്ന് ഒരു ചോദ്യം വരും. എന്താ ചോദ്യം അറിയോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള ജില്ല ഏതാണ്? വന്നിട്ടില്ല ഇപ്പം. കൊടുക്കും. ഏത്? മലപ്പുറം ജില്ല 50,000 45,000. ഓഹോ, പാർലമെന്റിൽ ചർച്ചയായി. എന്താ അവിടുത്തെ പ്രത്യേകത? അവിടെ 90% മുസ്ലിങ്ങളാണ്. അത് ശരി. ഇതാണല്ലേ മുസ്ലിങ്ങളുടെ സ്ഥിതി? ഇവരെ വളർത്താൻ പറ്റൂല. ഈ രാജ്യത്ത് കൊണ്ടുപോകാൻ നിൽക്കാണ്.
ആരാ ഉണ്ടാക്കി കൊടുത്തത്? ഈ സുജിസ്ഥാനെ മടിയിൽ വെച്ച് പാലൂട്ടിയവൻ ആര്? സഖാക്കൾ പറയണം. നിങ്ങളൊക്കെ DC ഓഫീസിൽ പോയവരാണല്ലോ ഈ LC സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും. പ്രിയപ്പെട്ട സഖാക്കളെ, ഒരു കാര്യം നടന്നില്ല പോലീസിൽ. നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ മിഞ്ഞാന്ന് വരെ നിങ്ങളോട് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് സങ്കടപ്പെട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇതിന് എന്ത് പരിഹാരം അന്വേറാക്കാം എന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. മറക്കാനായിട്ടില്ലല്ലോ. മിനിയാന്നല്ലേ നമ്മൾ ചായ കുടിച്ചത്. അവരുടെ അഭിമാനം കാക്കാൻ ഈ അങ്ങാടിയിലെ ഓട്ടോറിക്ഷക്കാർക്ക് അവരുടെ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കാൻ 1000 രൂപയ്ക്ക് ഓടുന്ന ഓട്ടോറിക്ഷക്കാരന് 5000 ഫൈന്.